ദാ വരുന്നു നമ്മുടെ കഥാനായകൻ. കണ്ടാൽ പാവം തോന്നും, പക്ഷേ ലുക്കിൽ മാത്രമേ ഉള്ളൂ ഈ പാവത്ത്. ഉള്ളിൽ പക്ക ക്രിമിനൽ ബുദ്ധി കേട്ടോ. ഇവൻ്റെ ആ നടത്തം, ആ ഇരുത്തം, ആ നോട്ടം പണ്ട് ലാലേട്ട സ്ഫടികത്തിൽ നടന്നു വരുന്ന പോലെയാണെന്ന് ഇവൻ്റെ വിചാരം. പക്ഷെ ലക്ഷ്യം ആടുതമ്മയെ പോലെയുള്ള ഫൈറ്റല്ല കേട്ടോ, നമ്മുടെ കോഴിക്കോട്ടിലെ മുട്ടയാണ്. ഇതാ കണ്ടില്ലേ, വളരെ മാന്യമായി ഓമയ്ക്ക കഴിക്കുന്നു. ഈ സമയത്ത് നമ്മൾ അടുത്ത് ചെന്ന കക്ഷിക്കോ ഒരു ഭാവവ്യത്യാസവുമില്ല. എൻ്റെ പൊന്നു ചേച്ചി, ഞാനൊരു പാവം വെജിറ്റേറിയൻ അല്ലേ എന്ന മട്ടിലാണ് ആ ഇരിപ്പ്. ആ ചവയ്ക്കൽ കണ്ടോ? പപ്പായയുടെ മധുരമാണോ അതോ അടുത്തുള്ള മുട്ട എങ്ങനെ പൊട്ടിക്കണം എന്നുള്ള പ്ലാനിങ് ആണോ ആ മനസ്സിൽ എന്നാർക്കറിയാം. അപ്പോൾ അതാ കക്ഷി എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്കാൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടോ? ഇവൻ്റെ ഈ സ്കാനിങ് ഒക്കെ ഉണ്ടല്ലോ, ചുമ്മാ നോക്കുന്നതല്ല, വീട്ടിലെ കോഴി മുട്ടയിടാൻ പരുവത്തിൽ വല്ല ഒച്ച ഉണ്ടാക്കിയോ എന്ന് ചെക്ക് ചെയ്യുന്നതാ. കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ഭാഷയെ പറഞ്ഞാൽ സെർവിങ് ടൈമായി. കോഴി ഒന്ന് കണ്ണടച്ചാൽ മതി, പുള്ളി ഉള്ളിൽ കയറി മുട്ട പൊട്ടിച്ച് കുടിച്ചിരിക്കും. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, ഇവൻ്റെ ഫാമിലിയും മോശക്കാരല്ല. എല്ലാവരും കൂടെ ഇറങ്ങിയാൽ പിന്നെ കോഴിക്കൂട്ടിൽ മുട്ടയുടെ തോട് മാത്രമേ കാണൂ. കോഴികളെ ഉപദ്രവിക്കില്ല എന്നൊരു നല്ല ഗുണമുള്ളത് കൊണ്ട് നമ്മളങ്ങ് ക്ഷമിക്കുന്നു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പാവം ആ കോഴികളുടെ അവസ്ഥ. മുട്ടയിടാൻ വേണ്ടി അകത്തേക്ക് കയറാൻ അവർക്കിപ്പോൾ ഭയങ്കര മടിയാണ്. നമ്മളിടുന്ന മുട്ട ഈ പപ്പായ പ്രേമിക്ക് കുടിക്കാനാണോ എന്നൊരു ലുക്ക് കോഴിയുടെ മുഖത്തും കാണാം. എന്തായാലും മുട്ടയും കുടിച്ച് ഡെസേർട്ടുമായി പപ്പായയും കഴിച്ച് കക്ഷി ദാ സ്ഥലം വിടുകയാണ് പതിവ്. ഇതുപോലൊരു മുട്ടക്കള്ളൻ നിങ്ങളുടെ പറമ്പിലും ഉണ്ടോ? ഈ വിരുദ്ധൻ്റെ മാനസങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാം പോട്ടെ, വേറൊരു രഹസ്യമുണ്ട് കേട്ടോ. ഇവനെ പേടിച്ചിപ്പോൾ കോഴികൾ കോഴിക്കുട്ടി മുട്ടയിടാറില്ല. കോഴികളൊക്കെ നൈസായിട്ട് എനിക്ക് വീട്ടിൽ കയറി മുട്ടയിട്ട് തരും. ഇവൻ വിചാരിക്കുന്നത് എന്തുവാണെന്നറിയോ? കോഴി ഇപ്പം മുട്ടയിടാറില്ലെന്ന്. എന്നും കയറി നോക്കും മുട്ടയുണ്ടോയെന്ന്. മുട്ടയുടെ തോട്, ഇവൻ പൊട്ടിച്ചിട്ട മുട്ടയുടെ തോട് മാത്രമേ അവിടെ കാണത്തുള്ളൂ. കോഴികളും ബുദ്ധിമാന്മാരാണേ. വേറൊരു കാര്യം കൂടി ഉണ്ടേ, നേരത്തെ കോഴി മുട്ടയിട്ട് കഴിയുമ്പോൾ കൊക്കി ലോകം മൊത്തം അറിയിക്കുമായിരുന്നു. ഇപ്പോൾ കോഴികളും മിണ്ടത്തുമില്ല. പിന്നെ കോഴി ചെയ്യുന്നതിനും തെറ്റുണ്ടോ? കോഴികൾക്കുള്ള ആഹാരവും കഴിക്കും, മുട്ടയും അടിച്ചു മാറ്റും. പാവം കോഴികളല്ലേ. എന്തായാലും എൻ്റെ വീട്ടുമുമ്പിൽ കണ്ട ഈ ഒരു ദൃശ്യവിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ പാവത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇനിയും പ്രകൃതിയിലെ പല മായാജാലങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ സൂൺ.